സർ, ഹരിയാന അതുപോലെ തന്നെ മഹാരാഷ്ട്ര, ഡൽഹി ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളും എടുത്ത് പരിശോധിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന് പിന്നിൽ ബി ജെ പിക്ക് അത്യുജ്വല വിജയം നേടാൻ വേണ്ടി സഹായിച്ചത് RSSന്റെ ഇടപെടലാണ്. RSSന്റെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഇടപെടലും പ്രവർത്തനങ്ങളും അതുപോലുള്ള സംവിധാനങ്ങളുമാണ് ബി ജെ പിയെ ഈ നിലയ്ക്ക് എത്തിച്ചത് എന്ന് പല വിദഗ്ധരും പറയുന്നത് കേൾക്കുകയുണ്ടായി. നമ്മളും അത്തരത്തിലുള്ള അനാലിസിസിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം കൃത്യമായിട്ടുള്ള പ്രവർത്തനം RSS അവിടെയൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കുന്നതിൽ RSSും ബി ജെ പിയുടെയും ഈ ഗ്രാസ് റൂട്ട് ലെവലുള്ള പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ RSS ശാഖയുണ്ട് എന്ന് പറയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് RSSന്റെ ശാഖ ആരംഭിച്ചതും കേരളത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് കാര്യമായി ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിയാതെ പോകുന്നത് എന്നത് ഒരു വലിയ ചോദ്യമായി സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന് RSSന് പറ്റാത്തത്? ബി ജെ പിക്ക് അത് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഭരണം പിടിക്കുക എന്നതിലുപരിയായിട്ടൊരു പ്രതിപക്ഷമാകാൻ പോലും ബി ജെ പിക്ക് ഇവിടെ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യമുണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് സ്വാധീനമൊക്കെ ഉണ്ടായി വരുന്നത്. എന്തുകൊണ്ടാണ് ഇവിടത്തെ RSS സംവിധാനങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്? അതിനകത്ത് ഏറ്റവും ഒറ്റ വാചകത്തിൽ എന്ന് പറഞ്ഞാൽ അത് RSS അല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നതാണ്. എനിക്ക് നിങ്ങൾ ഈ കാണുന്ന ഡൽഹിയിൽ കാണുന്ന RSSും അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന RSSും ഹരിയാനയിൽ വർക്ക് ചെയ്ത RSSും ആയിട്ട് അല്ലെങ്കിൽ ആ സ്വഭാവത്തിലുള്ള RSS ആയിരിക്കത്തില്ല ഈ കേരളത്തിൽ എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കാരണം കേരളത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ 3 കൊല്ലം കൊണ്ട് RSSന്റെ പ്രവർത്തനം കൊണ്ട് ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനത്തെ പാടെ തുടച്ചു നീക്കി എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ 27% വരുന്ന വോട്ട് പൂർണ്ണമായിട്ടും ബി ജെ പിക്ക് അകത്ത് കൊണ്ടുപോയി അതിന് സാധ്യമാക്കി RSS. എന്തിനെന്ന് വെച്ചാൽ ആ ചേരികളിൽ അവർ വർക്ക് ചെയ്തു. ഇതുവരെ ഉണ്ടായിരുന്ന ആ രാജ്യത്തെ പുരോഗതി അങ്ങനെയല്ല ഉണ്ടാവേണ്ടത്, നിങ്ങളെ പറ്റിക്കുകയായിരുന്നെന്ന് അവർക്ക് അവരുടെ ഭാഷയിൽ അവരുടെ ഭാഷ പഠിച്ച് അവരുടെ കൂടെ നിന്ന് അവരെ ബോധ്യപ്പെടുത്തിയതുകൊണ്ടാണ് അന്ന് ത്രിപുരയിൽ, അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിന്റെ കാര്യം ത്രിപുരയുടെയാണ് ഏറ്റവും CPM-ന്റെ കുത്തകയായിരുന്നുള്ള ത്രിപുരയുടെ കാര്യം ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് RSSന്റെ പ്രവർത്തനം. ഈ പാർത്ഥൻ പറഞ്ഞതുപോലെ അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥ സേവനം. അവരുടെ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ ആ പ്രവർത്തനത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ അവരുടെ ഭാഷയിൽ അവരുടെ കൂടെ. അതുകൊണ്ടാണ് 50,000 യോഗങ്ങൾ ഇപ്പൊ ഏറ്റവും അവസാനം പറയുന്നത് ഡൽഹിയിൽ 50,000 യോഗം എന്ന് പറയുന്നത് നിസ്സാരമല്ല. 50,000 യോഗം എന്ന് പറഞ്ഞാൽ 3 പേര് 4 പേര് കൂടുന്ന യോഗങ്ങളാ. അല്ലാതെ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ വണ്ടിയിലടിച്ച് 1000 രൂപ കൊടുത്ത ബിരിയാണിയും കൊടുത്ത് കൊണ്ടിരുന്നല്ല. ഓരോ വീട്ടിലും ചെന്നിരുന്ന ആ വീടിന്റെ 4 വീട്ടിലെ ആൾക്കാരെ വിളിച്ചിരുത്തി, അവിടുത്തെ മക്കളെയും വിളിച്ചിരുത്തി, അമ്മയും വിളിച്ചിരുത്തി, കുഞ്ഞുങ്ങളെയും വിളിച്ചിരുത്തി സംസാരിക്കുന്നത്. നിങ്ങളുടെ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ആരാ ഭരിക്കുന്നത്? ഞാൻ ഒരു ഉദാഹരണം പറയാം. അല്ലെങ്കിൽ എന്താണ് ഇതുവരെ നിങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, നിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തന്നു? ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്, ഇതിനപ്പുറം സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ മഹാരാജ്യം ഭരിക്കുന്നവർ നിങ്ങൾക്ക് വേണ്ടി പല ആനുകൂല്യങ്ങളും അനുവദിച്ചിട്ടുണ്ട്, അതൊന്നും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതിന് അവർ ശ്രമിച്ചിട്ടില്ല. അതവരുടെ രാഷ്ട്രീയമാണ്. അപ്പൊ ആ രാഷ്ട്രീയത്തെ മറികടക്കുന്നതിന് വേണ്ടി ഈ രാഷ്ട്രീയത്തിൽ വരണമെന്ന് പറഞ്ഞ് അവർ ഈ ബോധവൽക്കരിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ആൾക്കാരുടെ മനസ്സ് മാറ്റി അല്ലെങ്കിൽ അവരെ ഉദ്ധരിക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ആ പണിയില്ല. ഭാരത കേരളത്തില് ആ പണിയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത് RSSന്റെ സ്ഥാപക ദിനത്തിന്റെ അന്ന് ഒരു ഉടുപ്പും പാന്റും ഒക്കെ ഇട്ട് ഫോട്ടോ ഇട്ട് ഫേസ്ബുക്കിൽ ഇടുന്ന RSSകാരെയാണ് ഞാൻ കേരളത്തിൽ കാണുന്നത്. അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണം സന്ദീപ് വാര്യർ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫേസ്ബുക്കിൽ അവന്റെ ഫോട്ടോ ഇട്ടുണ്ട്. അവന് കാക്കി പാന്റും ഉടുപ്പും ഒക്കെ ഇട്ടിട്ട് അവന് ഒരു സുപ്രഭാതത്തില് ആ പാർട്ടിക്ക് അകത്തുനിന്ന് പോയി പിറ്റേന്ന് തൊട്ട് അവൻ പറയാൻ തുടങ്ങിയെന്ന് പറയാം. പിറ്റേന്നല്ല, അടുത്ത മണിക്കൂറിൽ തൊട്ട് RSS മോശം അല്ലെങ്കിൽ BJP മോശമെന്ന് പറയാൻ നമ്മൾ കേട്ടു. അയാൾക്ക് എന്ത് വേണേലും പറയാനുള്ള സ്വാതന്ത്ര്യം, പാർട്ടി മാറാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. പക്ഷേ RSSകാരനാണ് ഞാനെന്നും RSS ഈ ദേശീയയുടെ ഭാഗമാണെന്നും ഇന്ത്യയുടെ ഭാഗമാണെന്നും പറഞ്ഞുകൊണ്ട് വളരെ വലിപ്പത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന, അത്തരത്തിൽ മോൾഡ് ചെയ്തെടുത്തിരുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ എന്ന് ആയിരുന്നെന്നുണ്ടെങ്കിൽ അങ്ങനെ സാധ്യമാകത്തില്ല. അയാൾക്ക് പാർട്ടി വിടാം, അല്ലെങ്കിൽ ഒരിക്കലും വേറെ പാർട്ടിക്കകത്ത് പോകാനൊക്കത്തില്ല. അങ്ങനെ നമ്മൾ RSSകാരെ വിചാരിച്ചിരിക്കുന്നത്. എന്റെ വിചാരം അങ്ങനെ, ഭാരതന്റെ വിചാരം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ആ സന്ദീപ് വാര്യരുടെ കൂട്ടുള്ള RSSകാരുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ഒരു പക്ഷേ കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന RSS. യഥാർത്ഥ RSSകാർ അപ്രസക്തമായി, അല്ലെങ്കിൽ അവര് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അവര് പണി നിർത്തിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പല ഘട്ടങ്ങളും ഉണ്ട്. കാരണം ഞാൻ എന്റെ കുഞ്ഞുനാളില് ഈ RSS ഒന്നും അന്ന് ഈ BJP ഒന്നും വളരെ പ്രസക്തമല്ല. ഇവിടെ കുറെ ചേട്ടന്മാര് വരും,
ഇവിടെ സ്ഥാപകനത്തിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് RSSന്റെ സ്ഥാപകനം നമ്മൾ 5 പൈസ കൊടുത്താൽ, 5 പൈസ എന്ന് പറഞ്ഞാൽ അത്രയൊന്നും അല്ലെങ്കിൽ 1 രൂപ കൊടുത്താലും അവരൊന്നും പറയത്തില്ല. ആ പൈസയും മേടിച്ചുകൊണ്ട് വളരെ കാര്യമായിട്ട് നമ്മുടെ ക്ഷേമമൊക്കെ ചോദിച്ച് രാഷ്ട്രീയമൊന്നും പറയത്തില്ല. എന്തുകൊണ്ട് അച്ഛനെന്തി അല്ലെങ്കിൽ മക്കൾ എന്താണ് പറയുക, മോൻ പഠിക്കുന്നുണ്ടോ, നല്ലപോലെ പഠിക്കുക, ഈ ക്ഷേമമൊക്കെ പറഞ്ഞു പോകുന്ന ആൾക്കാർ അവരെല്ലാം RSSകാരാണ്. അവർക്ക് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അവരൊന്നും ഇപ്പം ഒരു കാര്യത്തിനും ഇല്ല. ഈ ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ ജയിക്കാത്ത എന്താന്ന് ചോദിച്ചാല്, ഇപ്പൊ വലിയ വലിപ്പത്തിൽ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസം സർവേ പറയുമ്പോൾ ഈ അടുത്ത ഇപ്പൊ ലോക്സഭ ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറും. കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ ഈ പരിശോധിക്കുമ്പോൾ കേഡർ പാർട്ടിയുടെ ഒരാൾ എന്റെ വീട്ടിൽ ഒരു നോട്ടീസുമായിട്ട് വന്നിട്ടില്ല. അപ്പോഴിവിടെ ബാക്കി മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ വന്നിട്ടുണ്ട്. അപ്പം ഈ എന്നാ നേതാക്കന്മാർക്ക് കുറവില്ല. അപ്പൊ ഞാനീ പറഞ്ഞത് കേരളത്തിലെ BJPയും അല്ലെങ്കിൽ RSSും തിരുത്തുന്നു അല്ലെങ്കിൽ തിരുത്താൻ തുടങ്ങുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ വളർച്ച തിരുത്തലിന്റെ ഭാഗമാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ആയിക്കോട്ടെ, ഞാൻ തർക്കമൊന്നും പറയുന്നില്ല. ഇവിടെ ഇലക്ഷന് ജയിക്കണമെങ്കിൽ ഇവിടെ പാർത്ഥൻ ആദ്യം ചോദിച്ചതുപോലെ ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് പിടിക്കണമെങ്കിൽ വേറെ പാടൊന്നുമില്ല. ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും, ഇവിടെ ധ്രുവീകരണമൊന്നുമില്ല, മുസ്ലിങ്ങളെയും ഇവിടുത്തെ ഹിന്ദുക്കളെയും സാധാരണക്കാരനെയും ഒക്കെ ഈ പറഞ്ഞതുപോലെ അടുത്തിരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തമാകുന്ന രീതിയിലുള്ള നേതാക്കന്മാരെ സൃഷ്ടിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ അത്തരത്തിലുള്ള RS വേണം. ഇത് റോഡില് ഓട്ടോ ഓടിക്കുന്നവൻ 7 ചരടും കയ്യെ കെട്ടി നെറ്റിക്ക് 16 കുറിയും തൊട്ട് ആരും കാണാതെ ചമ്പു കൊടുത്ത് വായി വെച്ച് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ BJP RSS ആയിട്ട് കണ്ടാൽ അവരൊന്നും ജനം അംഗീകരിക്കത്തില്ല. അത് വളരെ കൂടുതലാ കേരളത്തിൽ. മാത്രവുമല്ല, നമ്മൾ ഈ പറയുമ്പോൾ RSSന്റെ ഭാഗമാണെന്ന് പറയുന്ന നേതാക്കന്മാരുടെയൊക്കെ അവസ്ഥ എന്തുവാ? ഈ പറയുന്ന നമ്മൾ കാണുന്ന ആരുടെ പേരെടുത്ത് പറയുന്ന നേതാക്കന്മാരെല്ലാം RSSന്റെ ഭാഗമാണ്. നേരത്തെ ഇരുന്ന മന്ത്രിമാർ RSSന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് പാർത്ത, ഇവര് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാണെങ്കിൽ ഇവര് ഗ്രാസ് റൂട്ട് ലെവൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഘടകം ചെയ്താൽ മതി. ഈ ഇലക്ഷൻ സമയത്ത് അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കുന്ന സമയത്ത് വീട്ടിൽ ചെന്നിട്ട് വോട്ടേഴ്സ് അല്ലെങ്കിൽ അതിന് പ്രാപ്തമായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർത്താൽ ഏത് പാർട്ടിക്കാരനാണെങ്കിലും ആദ്യത്തെ വോട്ട് എനിക്ക് തരണമെന്ന് പാർത്ഥൻ എന്റെ വീട്ടിൽ നിന്ന് എന്നെ കൊണ്ട് ഒരു റിസ്കും ഇല്ലാതെ എന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റ് ചേർത്താൽ പാർത്ഥന ഇലക്ഷൻ സമയത്ത് ഒന്ന് പറയാണ്ട് ഞാനാണ് ഈ പ്രാവശ്യം, വേറെ അടുത്ത പ്രാവശ്യം ഒന്നും ചെയ്യണ്ട, ഞാൻ ഈ പ്രാവശ്യം വോട്ട് പേര് ചേർത്ത് എനിക്ക് ഈ പ്രാവശ്യം ഞാൻ പറയുന്ന ഐഡിയോളജിക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ താമരയ്ക്ക് വോട്ട് ചെയ്യണം ചെയ്യും. അങ്ങനെ വോട്ട് CPM ജയിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പറയുന്ന എല്ലാരും വിട്ടിയെന്നും അല്ലെങ്കിൽ പൊങ്ങച്ചക്കാരെന്ന് പറയുന്ന BJPക്ക് ഉണ്ടായത് 5 കൊല്ലം കൊണ്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് 75,000 പേരെ സ്വന്തം റിസ്കിൽ അവിടെ ചേർത്തുകൊണ്ട് അവിടെ BJP ജയിച്ചത്. വെളിയിലത് ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. അകത്തോട്ട് കയറി പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഞാനീ പറഞ്ഞത് ഇവിടുത്തെ RSS വ്യാജമാണ്. ഇവിടുത്തെ RSSനകത്ത് വ്യാജന്മാർ കടന്നുകൂടിയിട്ടുണ്ട്. ആ RSS ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ വ്യാജന്മാരുടെ ബാഹുല്യം കൊണ്ട് ഈ യഥാർത്ഥ RSS മാറി നിൽക്കുന്നു. മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, നമ്മൾ പറയാതെ പോകുമ്പോൾ RSSന്റെ നേതൃത്വത്തിൽ ഈ സംവിധാനത്തെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവിടുത്തെ BJPക്കാർ ചെയ്തെന്തോ, കുമ്മനം രാജശേഖരനെ സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹം താഴെ തട്ട് വരെ ഇതിനെ ഒരു കേഡർ സംവിധാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അയാൾക്ക് പറ്റിയ കാര്യം എന്തോ. പിന്നെ അദ്ദേഹം ഒരു സാധ്യനായതുകൊണ്ട് അദ്ദേഹം അത് മാറ്റി വെച്ചിട്ട് വീണ്ടും പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചെയ്തെന്ന് അറിഞ്ഞാല് പറയാൻ നിവൃത്തിയില്ല. നമ്മുടെ ഒരു കേന്ദ്രമന്ത്രി, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അദ്ദേഹം പലവട്ടം ഇലക്ഷനൊക്കെ മത്സരിച്ച് തോറ്റുപോയിട്ടുണ്ട്. ഇവിടുത്തെ BJPയുടെ ഉത്തരവാദിത്തങ്ങൾ, ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങൾ ഇരുന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പേര് കേൾക്കുമ്പോൾ പേര് പറയുന്നത് ശരിയല്ലോ. അദ്ദേഹം അവിടെ ഇലക്ഷൻ സമയത്ത് ലോക്സഭാ ഇലക്ഷന് കുമ്മനം തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ചാർജ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വാധീനത്തിലുള്ള BJP ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആ കമ്മിറ്റി അദ്ദേഹത്തിന്റെ സ്വാധീനത്തിലായിരുന്നു. അവിടെ നമ്മളറിയാലോ, ഓരോ നിയമസഭാ മണ്ഡലത്തിലും നിയമസഭാ കമ്മിറ്റി ഓഫീസ് എന്ന് പറയും. ഇലക്ഷൻ നിയമസഭാ കമ്മിറ്റി ഓഫീസ് CPM-ന് കാണും, കോൺഗ്രസിന് കാണും, BJPക്ക് കാണും. ആ നിയമസഭാ കമ്മിറ്റി ഓഫീസുകൾ ശരിക്കും പറഞ്ഞാൽ കുമ്മനം രാജശേഖരനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല അതിനകത്ത് പ്രവർത്തനം നടന്നത്. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, തോപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അപ്പൊ ഇതേ രീതിയിൽ കേരളത്തിലുടനീളം BJPക്ക് MLA ഉണ്ടാവണം, പക്ഷേ അത് ഞാനാണെങ്കിൽ മതി. BJPക്ക് MP ഉണ്ടാവണം, അത് ഞാനാണെങ്കിൽ മതി. സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടാവണം, അത് ഞാനാണെങ്കിൽ മതി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് വളരെ വലിയ വലിപ്പത്തിൽ വരുമാനമുണ്ട് പാർത്ത. നമ്മൾ ഈ പറയുന്ന പോലെ MP MLA ഒന്നും ആവണ്ട. ഏതെങ്കിലുമൊക്കെ ഉത്തരവാദിത്തത്തിൽ ഇരുന്നാൽ അതിനകത്തുനിന്ന് വളരെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന സംവിധാനമായിട്ട് BJP മാറി. അപ്പൊ അതിനകത്ത് ആ രീതിയിലുള്ള ആൾക്കാരാണ് BJPക്കകത്ത് വളരെ കൂടുതലായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർക്ക് ഒരു സുപ്രഭാതത്തിൽ RSS എന്ന് പറഞ്ഞു നിന്നതും നമ്മൾ വിശ്വസിച്ചതുമായിട്ടുള്ള സന്ദീപ് വാര്യർക്ക് വെളിയിൽ പോയി RSSനെ അനുനിമിഷം ചീത്ത പറയാൻ സാധിക്കുന്നത്, BJP അനുനിമിഷം ചീത്ത പറയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള RSSകാരും അത്തരത്തിലുള്ള BJPക്കാരും ഉണ്ടായാൽ, അല്ലെങ്കിൽ അതിന് മാറ്റം വന്നാൽ മാത്രമേ താഴെത്തട്ടിലേക്ക് പ്രവർത്തനം വ്യാപിക്കത്തുള്ളൂ. താഴെത്തട്ടിൽ ഈ പറയുന്ന ഇന്ത്യക്ക് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന പോലെ RSSനും
BJPക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്നത് പോലെ അധികാരത്തിൽ വരാൻ സാധിക്കും. ഇപ്പൊ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ടോക്കിൽ പറഞ്ഞതുപോലെ ജലം, വാട്ടർ ലെവൽ, ഒരിടത്ത് വെള്ളം എല്ലായിടത്തും ഒരുപോലെ ഉയരുന്നു. അപ്പം ദേശീയ നേതൃത്വത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം BJP വളരെ കൃത്യമായി ലീഡ് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു ഹൈപ്പ് വന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ. കാരണം BJP വന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ വരട്ടെ എന്ന് തീരുമാനിച്ച് വോട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്. അതിനകത്ത് ഇവരുടെ പ്രവർത്തനമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവുന്നതൊക്കെ വളരെ തുലവുമാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ക്ഷീണം എടുത്ത് പ്രവർത്തിക്കുന്നില്ല. മൈക്കിന്റെ മുമ്പിലുള്ള രാഷ്ട്രീയമാണ് കൂടുതൽ, അല്ലെങ്കിൽ അല്ലെങ്കിൽ അവനവന്റെ വയറിന് വേണ്ടിയുള്ള രാഷ്ട്രീയം, വികൃത വേഷം എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ പാർത്ഥൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്തുകൊണ്ട് ഡൽഹിയിലെ RSS അല്ലെങ്കിൽ ഹരിയാനയിലെ RSS, മഹാരാഷ്ട്രയിലെ RSS ഇവിടെ ഇല്ലയോ? ഇവിടെ ആ RSS ഇല്ല. ഇവിടെ ഉള്ളത് സന്ദീപ് വാര്യറിന്റെ RSS, അതായത് വ്യാജ RSS എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ളവരെ പരിശോധിച്ച് മാറ്റി നിർത്തി അതിന് കൃത്യമായ ഒരു നേതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി BJPയും RSSും തമ്മിൽ ആദ്യമേ തന്നെ ഐക്യമുണ്ടാവണം. അതായത് ആ ഐക്യം ഉണ്ടാവണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ പാർട്ടി വളരണമെന്ന് ആഗ്രഹിക്കുന്ന RSSും BJP നേതാക്കന്മാരും ഉണ്ടാവണം. അല്ലാതെ എനിക്ക് ഇതിന്റെ കെയർ ഓഫിൽ വളരാനും എന്റെ കുടുംബത്തിന് സംവിധാനം ഉണ്ടാക്കാനും ആകുന്ന ഒരു പാർട്ടിയും BJPയും ഒക്കെ മതി എന്ന് വിചാരിക്കുന്ന നേതാക്കന്മാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി പുറത്താക്കി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം വരാതെ ഇനിയും നമ്മൾ വളരെ ദൂരം കാത്തിരിക്കേണ്ടി വരും. അല്ലാതെ വേറെ ഒരു കുഴപ്പവുമല്ല. അതിനകത്തെ കുഴപ്പമാണ്. അത് ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ. അത് തന്നെയാണ് ശരി. തീർച്ചയായിട്ടും. എന്തായാലും കേരളത്തിലെ BJP, കേരളത്തിലെ RSS ഇതൊക്കെ വളരെ കൃത്യമായി മുഖവിലക്കെടുത്ത് പരിഗണിക്കേണ്ട, പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം നേതാക്കന്മാരെക്കാൾ കൂടുതൽ ഈ പാർട്ടി ഇവിടെ അധികാരത്തിൽ വരാനും ഇവിടെ ഒരു മുഖ്യമായ പാർട്ടിയായി, ഒരു മികച്ച പാർട്ടിയായി വരാനും പണിയെടുക്കുന്ന, ആത്മാർത്ഥതയോടുകൂടി നിൽക്കുന്ന കുറേയധികം അണികളുണ്ട് കേരളത്തിൽ എന്നത് ഈ നേതാക്കന്മാരും കൂടെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്ന കാര്യമാണ് നമുക്കും പറയാനുള്ളത്. എന്തായാലും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.